അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുതിയ ഇൻട്രോ ആണ്. പിന്നെ ഞാനും താത്തയും കാക്കയും കൂടെ ലുലു മാൾക്ക് പോട്ടോ. താത്താക്കൊരു വാച്ച് എടുക്കാൻ. ഞാനൊരു വാച്ച് എടുത്തില്ല, അത് കിടന്നു. പക്ഷെ അത് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ വരുന്ന സമയത്ത് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വയ്യേന് കഴിച്ച് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വരികയാണ്. എന്താ പറയുക, നമുക്ക് പിന്നെ പറയണ്ട്. പിന്നെ ഒരു മിനിറ്റേ നിൽക്കട്ടെ. അത് ഇതുകളൊക്കെ ആകെ സാധനങ്ങളാണ്. അത് ഇട്ട് പുറത്തൊക്കെയാണ് ശരിക്കടന്നിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ താത്തയും കാക്ക അവിടെ മുന്നിട്ടുണ്ട്, താത്ത അവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ പോയി വന്നാട്ടോ. അയച്ചാൽ എന്തൊക്കെയും പറയണ്ടല്ലോ. ഞാൻ റൂമിൽ നിന്ന് രാവിലെ വന്നാണ്. എനിക്ക് വയ്യാതെ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ECG ഒക്കെ എടുത്തു. അങ്ങനെയൊക്കെ. പിന്നെന്താ നിങ്ങളൊക്കെ വിശേഷം പറയട്ടോ. വണ്ടിയൊക്കെ നിർത്തി വന്നു. ലുലുമാൾക്ക് വണ്ടി എടുക്കണം. ഒരുപാട് വാച്ചൊക്കെ എല്ലാം ഉണ്ട്. എന്തായാലും നോക്കട്ടെ നിങ്ങൾ.
ഇവിടെ ഉണ്ടോ വാച്ച്? 15. എന്റെ മോള് പറഞ്ഞു ഇങ്ങനത്തൊക്കെ തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അറിയാലോ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പൈസ ഒന്നുമില്ല കയ്യിൽ. അപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തു, അതൊക്കെ തന്നെ കേട്ടോ. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കണ്ടപ്പോൾ താത്തനോട് പറഞ്ഞു പൊട്ടിച്ചിട്ട് പൈസ കൊടുക്കേണ്ടി ഇറങ്ങാണ്ട് അങ്ങനെ അത് അവിടെ തന്നെ വെച്ചിട്ടോ. പിന്നെ കുറേ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ ചീർപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ചെരുപ്പ്, പിന്നെ പേഴ്സ്. ഇത് നല്ല പേഴ്സാട്ടോ. അത്യാവശ്യം ഫോണ്, പിന്നെ അങ്ങനെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേപ്പർ കാര്യങ്ങൾ, കാർഡുകൾ, ഇതൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പേഴ്സുകൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുകയല്ലാണ്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. എനിക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഈ ഒരു ബാഗ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഈ ബ്ലാക്ക് ബാഗ്. അതിനെത്ര 45 റിയാലോ, പക്ഷേ അതിൻ്റെ പകുതി കൊണ്ടുണ്ട് 25 റിയാലിനോ, അല്ല പകുതി അല്ല, അതിന് റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇഷ്ടം പറഞ്ഞാൽ 42 റിയാൽ കേട്ടോ. 42 റിയാലിൻ്റെ പകുതി ആക്കിയിട്ടാട്ടോ ഒരവിടെ എന്തോ ഓഫറാണോ അറിയില്ല അങ്ങനെ. പിന്നെ കുറേ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വീഡിയോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതേപോലെ ഉലുമാൾക്ക് വന്ന സമയത്ത്. പിന്നെ എനിക്ക് ആ ബാഗിൻ്റെ അടുക്ക് തന്നെ കേട്ടോ കണ്ണ്, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങുന്നത്. പിന്നെ ഒരു വള കണ്ടു, നല്ല ഭംഗിയുണ്ട്. ഇതുപോലത്തെ വളകൾ നാട്ടിലും ഉണ്ട് കേട്ടോ, പക്ഷേ ഇതൊക്കെ അറബിക് ഡിസൈൻ അതുകൊണ്ട് അറിയൂല. ഞാൻ അങ്ങനത്തെ വളമൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുറേ കമ്മലുകളുണ്ട്. പിന്നെ വേറെ മോഡൽ ബാഗ് ഉണ്ട് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ബാഗ്, പിന്നെ പാത്രങ്ങൾ, അങ്ങനെയൊക്കെയല്ലേ നമ്മളധികം നോക്കുക. പിന്നെ അവിടെ കുട്ടികൾക്ക് പറ്റിയ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. ജസ്റ്റ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് അത്ര തന്നെ. ഇതൊക്കെ നല്ല കുട്ടികൾക്ക് ഡാൻസിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഗോൾഡൻ കളറും നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഇയമോക്കൊക്കെ ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികം ഇങ്ങനെ മിനുക്കുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ ഓൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ കാണും ഈ വീഡിയോ. അങ്ങനെ അറിയാലോ, അപ്പോൾ എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലിയൊക്കെ റെഡി ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യട്ടോ. പിന്നെ വലിയവർക്ക് പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയവർക്ക് പറ്റിയതാണ്, പക്ഷേ നല്ല റേറ്റാണ് ഇവിടെയൊക്കെ. ലുലു മാളല്ലേ. പിന്നെ ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഐറ്റം ഉണ്ട് കേട്ടോ, ഈ ഒരു കളർ ബ്ലാക്കും ഇതൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ജീൻസിനിടാൻ പറ്റിയ ടോപ്പുകളുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നോക്കി തൊട്ട് പോകുന്നത് അത്ര തന്നെ. പിന്നെ ഈ ഒരു ഷർട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും താത്ത ഇങ്ങനെ പറയുന്നു, പൈസ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ വാങ്ങേനു എന്നൊക്കെ. പിന്നെ ഇത് ഒരു മോതിരങ്ങളാട്ടോ, ഒരുപാട് സെറ്റായിട്ടുള്ള മോതിരങ്ങളാണ്. അതിനിടയിൽ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് ചാടി, അത് സെക്കൻഡ് സ്റ്റഡ് അങ്ങനത്തെ ഒക്കെ ഇടുന്നതാണ്. ഏതായാലും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ കമ്മലുകളാട്ടോ, കമ്മലുകളാണ്. അപ്പോൾ നമുക്ക് നോക്കുക എന്നല്ലാണ്ട്, നോക്കിയിട്ട് പൂതി വെക്കുക എന്നല്ലാണ്ട് വാങ്ങാൻ നമ്മളെ കയ്യിലൊന്നുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ 5 റിയാൽ കൊണ്ട് കേട്ടോ, പക്ഷെ 5 റിയാലാണെങ്കിലും പെട്ടെന്ന് കളർ പോവും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ നല്ല രസമുണ്ട്, മോഡലൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ തെസ്ബീ മാലക്ക് നല്ല റേറ്റ് ഉണ്ടായിട്ട് അവിടെ 7 റിയാലോ അങ്ങനെ എന്തോ. ഞങ്ങൾ മദീനത്ത് പോയ സമയത്ത് 2 റിയാലിന് വാങ്ങിയ സാധനങ്ങളാണിത്, ഇവിടെ 7 റിയാൽ. അപ്പോൾ അത് നല്ല റേറ്റ് തോന്നി കേട്ടോ. പിന്നെ ഇതൊക്കെ തെസ്ബീ മാല കേട്ടോ. പിന്നെ തെസ്ബീ മാല പിന്നെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് നമ്മളെ ലേഡീസിന് പറ്റിയ ഒരുപാട് ആക്സസറീസാണ്. പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു വെറൈറ്റി ഒരു ബാഗ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ ആ ഗ്രീനൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇത്രയൊന്നും ഞാൻ ബാഗിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായില്ല.
ഇപ്രാവശ്യം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നു ഞാനും താത്തയും. പിന്നെ ജെർജൻസിൻ്റെ ക്രീം അതിനെന്തോ ഓഫറുണ്ട്. പിന്നെ ഈ ഒരു പെർഫ്യൂമിന് എന്തോ ഓഫറുണ്ട്, 9 റിയാൽ അങ്ങനെ എന്തോ ഉള്ളൂ. 19 റിയാലിൻ്റെത് 9 റിയാൽ. സ്മെല്ല് ചെയ്തപ്പോൾ നല്ല മണം കേട്ടോ. ഞാനും താത്തയും ഞങ്ങൾ അടിച്ചു നോക്കി കേട്ടോ. ഞാൻ എവിടെ പോയാലും സാമ്പിൾസ് വെച്ചാണ് അവർ, അല്ലാണ്ട് വെറുതെ അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങാൻ കരുതിയിട്ട് അങ്ങനെ. പിന്നെ ഒരുപാട് ക്രീമുകൾ, ഷാമ്പു, പാൻറ്റീൻ്റെ ഷാമ്പു ഉണ്ട്, ഡവ് ഉണ്ട്, ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്. പിന്നെ ക്ലിയറിൻ്റെ ഷാമ്പു നല്ലതാട്ടോ, ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പറയണത്. ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സങ്കടത്തോടു കൂടെ അവിടെ തന്നെ വെച്ചു, കായില്ലല്ലോ. പിന്നെ ഇതാ ബോഡി സ്പ്രേ. ഇല്ലാത്തതൊന്നുമില്ല മക്കളെ, ഉമ്മയും വാപ്പയും അല്ലാത്ത എല്ലാ സാധനങ്ങളും ലുലുമാളിലുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ സാമ്പിൾ നോക്കാനായിട്ടുള്ള പെർഫ്യൂമുകൾ, ഒക്കെ നല്ല മണമാണ്. സോനെ എന്ത് രസം. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലാണ്. അത്തറിൻ്റെയും, അത്തറല്ല പെർഫ്യൂം, അത്തറ അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ല്. പിന്നെ ഞങ്ങളിങ്ങനെ തെണ്ടി നടക്കൽ തുടങ്ങി. പിന്നെ അവിടുന്ന് പിന്നെ അതേപോലെ ഒരു നമ്മളെ ടിക്ടോക്ക് ഫോളോവറെ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടോ, ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ എന്നോട്. അപ്പം ഞാനൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ഒരു മുസമ്പിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. ഇവിടെ പല ടൈപ്പ് മുസമ്പികളാട്ടോ. പിന്നെ ഓറഞ്ചുകളുണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്ത, ഇതും തന്നെ ഓഫറിൽ വെച്ചതാണ്, 19 റിയാൽ. ഇത് 30 ഇതെത്ര റിയാൽ ഞാനവിടെ കാണിക്കണുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ബദാമിന് നല്ല റേറ്റ് ഉണ്ട്. ഇതെല്ലാം 19 മറ്റീനാട്ടോ, ഇത് അപ്പുറത്തുള്ള ഇതാണ്. പിന്നെ ചോക്ലേറ്റുകൾ, പിന്നെ ഇതൊക്കെ ചിക്കനാണ്. പിന്നെ ഇതെന്താണെന്നറിയില്ല, ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. പിന്നെ ഈ ഒരു പാൽപ്പൊടിക്ക് നല്ല ഓഫറുണ്ട്, 2 എണ്ണത്തിന് 89 അങ്ങനെ എന്താണ്. പിന്നെയും ചോക്ലേറ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഒരു ജ്യൂസ് ടേസ്റ്റ് ചെയ്തു, അത്ര ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, വേറെ ഒന്നും വാങ്ങിയില്ല, ഭയങ്കര ഒടുക്കത്തെ റേറ്റാണ്. വേണ്ട ഒന്നും വാങ്ങിയില്ല, ഇനി തിരിച്ച് പോവാം. ഇറങ്ങി ഈ വണ്ടി കയറിയിട്ട് പോട്ടോ, ഞാൻ അവിടെ എൻ്റെ റൂമിൽ അങ്ങോട്ട് പോട്ടോ, ഫ്ലാറ്റിൽ പോകും. ഇനി ഇത്രയുള്ള വീഡിയോ പറ്റണം, വേറെ എന്തെങ്കിലും ഇത് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം, കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ, ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്തും. പിന്നെ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ഗ്ലാസ് ഒന്ന് താത്തോ, തീരെ ക്ലിയർ ഇല്ല. ഒന്നുകൂടെ താത്തിക്കളി. ഒരു പ്ലെയിന് പോണു, ഒരു വിമാനം പോണു. ഞങ്ങളെ വീഡിയോ ഉൾപ്പെടുത്തട്ടെ, അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ താത്ത. ഒരുപാട് പേര് ചോദിക്കലുണ്ട്, നിങ്ങളറിയണവരുണ്ട് നജുമു താത്ത അല്ലേ? ഏതോ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, താത്ത എന്ന് പറയണത് നജുമു താത്ത അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ താത്ത, ഇത് സമതാക്കാൻ്റെ വൈഫാണ്. ഇതാണ് എൻ്റെ താത്ത കേട്ടോ. പിന്നെ നമ്മളിവിടെ പാർക്കിൽ വന്നാണ്, നമ്മൾ ലുലുമാളിലൊക്കെ പോയി നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ പാർക്കിൽ വന്നു, നിറച്ച ആൾക്കാരാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഇനി കുറച്ച് വീഡിയോസ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച താത്തതാ കേട്ടോ, നിറയെ ആളുകളാണ്. നമ്മളിവിടെ പാർക്കിലിരിക്കുകയാണ്. ഞങ്ങൾ വെറുതെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുപാട് വലിപ്പമുള്ള ഇതാട്ടോ, നല്ല ഇതുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.